ഒരുപാട് ആൾക്കാരിൽ ഹൈപ്പർ ടെൻഷൻ, BP കൂടുതൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുപോലെ ഉറക്കക്കുറവ്. ഒരുപാട് ആൾക്കാർക്കും ഉറക്കം ശരിയായിട്ട് കിട്ടുന്നില്ല. എത്ര തിരിഞ്ഞു മറിഞ്ഞു കിടന്നാലും ഉറക്കക്കുറവുണ്ടാകുന്നു. അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം മെൻ്റൽ സ്ട്രെസ്സാണ്. അപ്പോൾ ഈ സ്ട്രെസ്സ് റിലീവ് ചെയ്യാനും നല്ല ഉറക്കം കിട്ടാനും BP നോർമലൈസ് ചെയ്യാനും ആൻറ്റി കൊടുക്കുന്ന ടിപ്സ് എന്താണ്? ആക്ച്വലി സൈക്കോളജിക്കലി പറയുമ്പോൾ BP കൂടാനുള്ള കാരണം കൊളസ്ട്രോളോ മറ്റൊന്നുമല്ല, ഒത്തിരി സപ്രസ്ഡ് ആങ്കറാണ്. അവനവൻ്റെ ആങ്കർ ചിലപ്പോൾ നമ്മുടെ ബിലവഡായിട്ടുള്ള ആൾക്കാരോട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ വരും. കാരണം നമ്മുടെ കൾച്ചറിൽ അങ്ങനെയാണല്ലോ, അസർട്ടീവ് ആകാനോ നമ്മുടെ ആവശ്യങ്ങളോ നമ്മുടെ ഡിസഗ്രിമെൻറ്റോ ഓപ്പണായിട്ട് കാണിക്കാനോ പറ്റുന്നില്ലല്ലോ. നമ്മളൊരു പീപ്പിൾ പ്ലീസറാണെങ്കിൽ നമ്മളത് ഒട്ടും തന്നെ കാണിക്കുന്നില്ലായിരിക്കാം. പ്രത്യേകിച്ചും ബീങ് ദി യങ്ങസ്റ്റ് ഇൻ ദ ഫാമിലി, യു ഹാവ് നോ റൈറ്റ് ടു ആൻസർ ബാക്ക് ടു ദി എൽഡർ. അതാണല്ലോ നമ്മുടെ ഒരു കുടുംബത്തിലെ ഒരവസ്ഥ. ഇപ്പോൾ മൂത്ത ഒരാൾ എത്ര ചൂഷണം ചെയ്താലും നമ്മൾ മിണ്ടാതിരിക്കും. പക്ഷേ മിണ്ടാതിരിക്കുന്നതിൽ നമുക്ക് ആങ്കർ ഇല്ല എന്ന് വരുന്നില്ല. നമ്മൾ പാസീവ്ലി അഗ്രസീവാണ്. ഈ പാസീവ് അഗ്രഷൻ ലീഡ്സ് ഇൻ ടു ഹൈ BPയിലേക്കാണ് പാസീവ് അഗ്രഷൻ. അപ്പോൾ നമ്മൾ ഒരു ദേഷ്യം വരുമ്പോൾ അത് അങ്ങനെ സപ്രസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണോ, അല്ലെങ്കിൽ ആങ്കറിനെ എങ്ങനെ വേണം നമുക്ക് മാനേജ് ചെയ്യാനായിട്ട്? Thank you so much. So actually anger you can manage in two ways. One is you can project your anger to some item in your hand or in your room or the courtyard. കുറേ കല്ലുകൾ പെറുക്കി വെച്ചിട്ട് ഇതെൻ്റെ അപ്പനോടല്ലേ അമ്മയോടുള്ള അരിശം, എൻ്റെ ബോസിനോട് അല്ലെങ്കിൽ എൻ്റെ അയൽവാസിയോടുള്ള അരിശം പ്രൊജക്റ്റ് ചെയ്യുക. എന്നിട്ട് അത് ഓരോന്നും വലിച്ചു കളയും. അതായത് നമ്മളതിനെ ഐ ഡോണ്ട് വാണ്ട് ടു ഹോൾഡ് ഓൺ ടു ഇറ്റ്, ഐ ആം ആംഗ്രി, അതിനെ അംഗീകരിക്കുക. അതാണ് മൈൻഡ്ഫുൾനെസ്. ഒരു പ്രോജക്റ്റ് മാനേജറായിട്ടിരിക്കുമ്പോൾ നമ്മുടെ കീഴിലുള്ള ആൾക്കാർ നന്നായിട്ട് ജോലി ചെയ്യാതെ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസ് ശരിയായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് ആങ്കർ കാണിക്കണമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ അത് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണമെന്നാണ്? അവിടെ നമുക്ക് ആങ്കർ തന്നെ അസർട്ടീവ്നെസ് ആക്കി മാറ്റണം. നമ്മൾ തന്നെ ഒരു റിഹേഴ്സൽ വീട്ടിൽ വെച്ച് എടുത്തിട്ട് പോവുക. ഈ പിള്ളേരെ മുന്നേ കണ്ടുകൊണ്ട് ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു ഓൾ, ഈസ് ഇറ്റ് എ റിയൽ ഗുഡ് മോർണിംഗ് ഫോർ യു? നിങ്ങൾക്കായിരിക്കാം, പക്ഷേ എനിക്കിത് വലിയൊരു ഗുഡ് മോർണിംഗ് അല്ല. നിങ്ങളിൽ നിന്ന് ഇന്നതൊക്കെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളും വർക്ക് ചെയ്യുന്നുണ്ട്, എങ്കിലും ഇത് ചെയ്തത് പോരാ. ഇതിൽ കൂടിയ സ്കില്ലും ഇതിൽ കൂടുതൽ കോൺട്രിബ്യൂഷനും ക്രിയേറ്റിവിറ്റിയും ഡൈനാമിക്സും ഒക്കെ നിങ്ങളിലുണ്ട്. അത് നിങ്ങൾ തരുന്നില്ല എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. കുറേ കൂടെ നന്നായിട്ട് പെർഫോം ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. അതെൻ്റെ ഒരു ഡിമാൻഡാണ്. എനിക്ക് വേണ്ടിയല്ല, ഈ പ്രോജക്റ്റ് നന്നായിട്ട് പോയാൽ നമുക്ക് എല്ലാവർക്കും നിലനിൽപ്പുള്ളൂ. നമ്മുടെ ഈ ജോലി മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെയും കൂടെ ജീവിതം ഈ ജോലിയിലൂടെയാണല്ലോ നേടിയെടുക്കുന്നത്. അപ്പോൾ അതിന് നിലനിൽപ്പ് വേണം. നിങ്ങളുടെ ആത്മാർത്ഥത അത്യാവശ്യം. അങ്ങനെ അസർട്ടീവായിട്ട് വിവരിച്ച് പറയാൻ പഠിക്കുക. ഒരു വാക്കി പറഞ്ഞാൽ പോരാ, വിവരിച്ച് അസർട്ടീവായിട്ട് ഉറക്കം തന്നെ കണ്ണിൽ നോക്കി അവരെ അനുമോദിച്ചുകൊണ്ട് തന്നെ ജെൻറ്റിലായിട്ട് പറയണം. അത് വിവരിച്ച് പറയുന്നതനുസരിച്ച് മറ്റൊരാൾക്ക് ബോധ്യം വരും. നമ്മുടെ ഇമോഷൻ ഓഫ് ഡിസ്പ്ലഷർ, ഡിസഗ്രിമെൻറ്റ് അവരെ ബോധ്യപ്പെടുത്തണം. ചിലർ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ഇങ്ങോട്ട് വായിട്ട് അലയ്ക്കുന്നവരുണ്ട്, പല രീതിയിൽ ഇതിന് റെസ്പോണ്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് സംസാരിക്കാനൊരു അവസരം പോലും കിട്ടാതെ ഇടയ്ക്ക് കയറി സംസാരിക്കുകയും ഭയങ്കരമായിട്ട് കരയുകയും ഇങ്ങോട്ട് ചാടിക്കളിച്ച് വരുന്നവരും, അങ്ങനെ പല രീതിയിലുള്ള മനുഷ്യരുണ്ടല്ലോ. അപ്പോൾ ആ രീതിയിൽ അങ്ങനെയുള്ളവരെ നമ്മൾ അവരുടേതായ എക്സ്പ്രഷൻ, കരഞ്ഞോ കൂവിയോ ചിരിച്ചോ അരിശപ്പെട്ടോ പറയാൻ നമ്മളെ അനുവദിക്കണം. പക്ഷേ നമ്മൾ നമ്മുടെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കണം, ഐ എം നോട്ട് റെസ്പോൺസിബിൾ ഫോർ ഹെയർ ബിഹേവിയർ ഓർ ഹീസ് ബിഹേവിയർ. ഇത് അവരുടെ പാറ്റേൺ ആണ്, പറഞ്ഞോട്ടെ. അവർക്കൊരവകാശമുണ്ട്. എനിക്ക് അസർട്ടീവായിട്ട് പറയാൻ പറ്റുന്ന പോലെ അവർക്ക് പറ്റുന്നില്ലായിരിക്കാം. അവർ ഇമോഷണലായിട്ട് റിയാക്ട് ചെയ്യുന്നു. അതും ഒരു യാഥാർത്ഥ്യമാണ്. ആക്സെപ്റ്റ് ചെയ്യുക. അത് നിന്ന് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും പറയുക. അപ്പോൾ പിന്നെ അവരുടെ ആ ഗെയിം നടക്കില്ല. അതും ഒരു പരിധിവരെ അവരും ഒരു ഗെയിം ഉപയോഗിക്കുന്നതാണ്. അസർട്ടീവ്നെസ്
അറിയത്തില്ലാത്തതുകൊണ്ട് ഇമോഷണലി നമ്മളെ നിയന്ത്രിക്കാൻ നോക്കുന്നതാണ്. ആ ഗെയിം നിൽക്കും. പലപ്പോഴും വീടുകളിലുണ്ടാകുന്ന കോൺഫ്ലിക്ട്സ് ഈ ഓവർ എക്സ്പെക്റ്റേഷൻ്റെ ഭാഗമാണല്ലോ. ഒന്നുകിൽ കുട്ടികളെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പോലെ പഠിക്കുന്നില്ല, അല്ലെങ്കിൽ അവരെ നല്ലപോലെ വർക്ക് ചെയ്യുന്നില്ല. പ്രത്യേകിച്ചും അമ്മമാർക്കായിരിക്കും പരാതി, അവന് അങ്ങനെ ചെയ്യുന്നില്ല, കളിച്ച് നടക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം TV കാണുന്നു. അപ്പോൾ കുട്ടികളെ എത്ര പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തെന്നാലും അവർ മനസ്സിലാക്കുന്നതിനോ അതിന് റെസ്പോണ്ട് ചെയ്യുന്നതിനോ ഒരു പരിധി ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ നമുക്ക് സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും മെഷേഴ്സ് എടുക്കാം. നമ്മൾ ഓവർ കൺസേൺ ആകരുത് ഒന്നിനെക്കുറിച്ച്. ഒരു പരിധി കഴിയുമ്പോൾ ലെറ്റ് ഗോ ചെയ്യാൻ പഠിക്കണം. ഒരു കുട്ടി ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കാം, ഒരു കുട്ടി സ്ലോ ലേണറായിരിക്കാം, ഒരു കുട്ടിക്ക് കളിക്കാത്തതായിരിക്കും കൂടുതൽ താല്പര്യം, ഒരു കുട്ടി മൊബൈലിൻ്റെ അകത്ത് ടൂ മച്ച്. നമ്മൾ ടൈം ടേബിൾ വെക്കുക, റിസ്ട്രിക്ഷൻ ചെയ്യുക. പിന്നെ അസിസ്റ്റഡ് ലേണിംഗ് വേണ്ടിയവർക്ക് 2-3 പ്രാവശ്യം വായിച്ചു കൊടുക്കുക. അതിനുള്ള ക്ഷമയും ധൈര്യവും കിട്ടാൻ നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മളൊരു മെഡിറ്റേഷൻ നടത്തുക. കുറേ നേരം നമ്മൾ സൈലൻ്റായിട്ടിരുന്ന് മെഡിറ്റേഷൻ നടത്തുമ്പോൾ നമുക്കതിനുള്ള കപ്പാസിറ്റി, മെൻ്റൽ പവർ കിട്ടും. അങ്ങനെ സൈലൻ്റ് അവർ ബിറ്റ്വീൻ ജോലിയുടെ സമയത്ത് എടുക്കണം. അങ്ങനെ സൈലൻ്റ് അവർ എടുക്കുമ്പോൾ നമുക്ക് വലിയ ദേഷ്യം കൂടാതെയും കടുംപിടുത്തം കൂടാതെയും ഇങ്ങനെയുള്ള ഡിഫറെൻ്റ്ലി ഏബിൾഡ് ചിൽഡ്രനെ കൈകാര്യം ചെയ്യാൻ പറ്റും. ഈ മെഡിറ്റേഷൻ ഏതെല്ലാം രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം? ഒരാൾക്ക് നന്നായിട്ടൊന്ന് ഉറക്കം കിട്ടാനായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള മെഡിറ്റേഷൻ അഡ്വൈസ് ചെയ്ത് കൊടുക്കാറുണ്ടോ? അതാണ് TM, ട്രാൻസെൻഡൻ്റൽ മെഡിറ്റേഷൻ. ഏതെങ്കിലും ഒരു വാക്ക് മാത്രം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ജീസസ്, ആയി, അമ്മേ, ഓ, പിന്നെ എല്ലാം നന്നായിരിക്കുന്നു, സമാധാനം, 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 സമാധാനം. അങ്ങനെ ന്യൂട്രൽ വാക്കും പീസ്ഫുള്ളായിട്ടുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഉള്ളും സമാധാനത്തിലേക്ക് പോകും. ആയ്യാമ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ സറണ്ടർ. ഐ സറണ്ടർ. ഐ സറണ്ടർ അതൊരു സാൻസ്ക്രിറ്റ് വാക്കാണ്. അതുപോലെ വിപാസന മെഡിറ്റേഷനിലും അനിശ്ചിത് അല്ലേ? അനിശ്ചയ. അനിശ്ചയ എല്ലാം താൽക്കാലികമാണ്. വരട്ടെ പോട്ടെ, ഇതും കടന്നു പോകും, ഇതും കടന്നു പോകും. ഇത് താൽക്കാലികമാണ്, വരട്ടെ പോട്ടെ. ഈ നിമിഷത്തെ ഞാൻ ആസ്വദിക്കുന്നു, പിന്നെ എന്തുവാകട്ടെ, എനിക്കത് സ്വീകരിക്കാൻ പറ്റും. ഇന്നലകളെ സ്വീകരിച്ച് എനിക്ക് ഇന്നിനെ സ്വീകരിക്കാൻ പറ്റും. ഇന്നിനെ സ്വീകരിക്കുന്ന എനിക്ക് നാളെ സ്വീകരിക്കാൻ പറ്റും. ഞാൻ ഒരിക്കലും തനിയെയല്ല, ഒരു ഡിവൈൻ പവർ എൻ്റെ കൂടെയുണ്ട്. ഇങ്ങനെ സെൽഫ് ടോക്ക് നടത്താൻ പറ്റണം. പോസിറ്റീവ് സെൽഫ് ടോക്ക്, അതും വേറൊരു തരം മെഡിറ്റേഷനാണ്. പോസിറ്റീവ് സെൽഫ് ടോക്ക് ഒരു മന്ത്രം മാത്രം ചെയ്യുന്ന TM മെഡിറ്റേഷൻ. എല്ലാം താൽക്കാലികമാണെന്ന് പറയുന്ന ബുദ്ധിസ്റ്റ് മെഡിറ്റേഷനാണ് വിപസന. അനിശ്ചയ. പിന്നെ സെൻ മെഡിറ്റേഷൻ, അവെയർനെസ് മാത്രം, ശ്വാസം എടുക്കുന്നതും വിടുന്നതും മാത്രം. ഇങ്ങനെ പല മെത്തേഡുണ്ട് മെഡിറ്റേഷൻ. ബൈബിൾ വാചകം തന്നെ പറയാം, കർത്താവിൻ്റെ ഇടയനാകും, എനിക്കൊന്നിനും കുറവുണ്ടാകും. അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ നമ്മൾ പോസിറ്റീവാക്കുക. മനസ്സിനെ പോസിറ്റീവാക്കുന്നു, നമുക്ക് ഒരു പ്രത്യാശ തരുന്നു, നമുക്കൊരു ഉൾബലം തരുന്നു. ഓൾ വാസ് ഗുഡ്, ഓൾ ഈസ് ഗുഡ്, ഓൾ മാനർ ഓഫ് തിങ്സ് ഷാൽ ബി ഗുഡ്. ഭഗവത്ഗീത. ഇങ്ങനെ ഓരോന്നിൻ്റെ അകത്തും നല്ല വചനങ്ങളും വാക്കിന് പവറുണ്ട്. അത് തന്നെത്താനെ ഉച്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്ഥിതി അങ്ങനെ അങ്ങ് മാറും. വയലൻ്റ് ആകാതിരിക്കാൻ ഇങ്ങനെയുള്ള മെഡിറ്റേഷൻ, ലെറ്റ് ഗോ, ഫോർഗീവ്നെസ്. ഇനി ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ, അറിഞ്ഞോ അറിയാതെയോ മറ്റൊരാൾ ചെയ്ത് തെറ്റാണെങ്കിലും അത് നമ്മൾ ഹോൾഡ് ഓൺ ചെയ്യരുത്. നമ്മുടെ ആയുസാണ് വെട്ടിക്കുറയും, നമ്മുടെ BP ആണ് കൂടുന്നത്. അയാൾക്ക് ഇത്രയും പറ്റുള്ളൂ, അയാൾ ഇങ്ങനെയാണ് ശീലിച്ചിരിക്കുന്നത്, ഞാനതിന് ഉത്തരവാദിയല്ല, ഞാനത് ലെറ്റ് ഗോ ചെയ്യുന്നു. ഇനി വീണ്ടും അങ്ങനെ ഒരു സിറ്റുവേഷൻ്റെ അകത്ത് വരാതിരിക്കാൻ നോക്കിയാൽ മതി. ആളുമായിട്ടുള്ള ട്രാൻസാക്ഷൻ്റെ അകത്ത് കുറേ കൂടെ അസർട്ടീവ് ആയാൽ മതി, കുറേ കൂടെ കോഷ്യസ് ആയാൽ മതി എന്ന് തീരുമാനങ്ങൾ എടുക്കുകയാണ് വേണ്ടത്. അല്ലാണ്ട് അത് സ്പില്ല് ചെയ്ത മിൽക്കിനെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കണം. അത് ലെറ്റ് ഗോ ചെയ്യും. പലരും പറയാറുണ്ട്, ചിലപ്പോൾ രാത്രിയിൽ മൂത്രമൊഴിക്കാൻ വേണ്ടി ഒന്ന് എണീറ്റ് കഴിഞ്ഞിട്ട് പിന്നെ എത്ര ശ്രമിച്ചെന്നാലും ഉറങ്ങാൻ പറ്റുന്നില്ല. മൂത്രമൊഴിച്ചിട്ട് വന്ന് തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് അവസാനം ഒരു നിരാശയും ഭയങ്കര ഒരു ദേഷ്യവും ഈ ആങ്കർ സപ്രഷനും ഒക്കെ കാരണം ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവർക്ക് എന്ത് മെഡിറ്റേഷനാണ് ശീലമാക്കാവുന്നത്? അത് അവരോട് പറയണേ, ഈ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ബ്ലൂ ലൈറ്റ് ഉപയോഗിക്കണം, മൊബൈൽ ഉപയോഗിക്കണം. ഒരു അരമണിക്കൂർ 1 മണിക്കൂർ മുമ്പേ അത് സ്വിച്ച് ഓഫ് ആക്കണം. ആ ബ്ലൂ ലൈറ്റ് തലയ്ക്ക് ചള്ളാണ്. ഈ മെലനിൻ എന്ന് പറയുന്ന ആ ഒരു സ്ലീപ്പിനെ സഹായിക്കുന്നതിൻ്റെ ഹോർമോൺ കുറഞ്ഞു പോകുന്നതാണ് പറയുന്നത്. അതൊന്ന്.
രണ്ടാമതായിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റും, ഞാൻ നല്ലപോലെ ഉറങ്ങും, എനിക്ക് ഉറങ്ങാൻ പറ്റും, ഞാൻ ഉറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ പോസിറ്റീവായിട്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു മന്ത്രം മാത്രം ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി. ആ മന്ത്രയിൽ ആഴത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ സ്ലീപ്പിനുള്ള ശ്രദ്ധ മാറിക്കൊള്ളും. സ്ലീപ്പിനെ കൂടുതൽ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് ഉറങ്ങാൻ പറ്റാത്തത്. ഫോക്കസ് മാറ്റുക. ഓക്കെ. ഈ വിപാസന മെഡിറ്റേഷൻ, ഹത്ത് യോഗ എന്നൊക്കെ പറഞ്ഞ ചില സങ്കേതങ്ങളുണ്ടല്ലോ. ഈ ഹത്ത് യോഗ എന്നതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ എനിക്കതേക്കുറിച്ച് അറിയില്ല. വിപാസന ഞാൻ കൂടിയിട്ടുണ്ട് പൂനെയിൽ, ആ, ഇഗത്പുരി. അവിടെ വിപാസന ഒരു സൈലൻസിനാണ് പ്രാധാന്യം. അവെയർനെസ് ഓഫ് ബ്രത്താണ്. അത് ഈ ശ്വാസം എടുക്കുമ്പോൾ കൂൾ എയർ മൂക്കിൽ തട്ടുന്നതും നാസികയുടെ അകത്തും പുറത്ത് തട്ടുന്നതും മേൽച്ചൊടിയിൽ തട്ടുന്നതും ശ്രദ്ധിച്ചാണ് ശ്വസിക്കുന്നത്. പുറത്തോട്ട് വിടുമ്പോൾ വാം എയർ അതുപോലെ നാസികയുടെ ഉള്ളിലും പുറത്തും മേൽച്ചൊടിയിലും തട്ടുന്നത് ശ്രദ്ധിക്കുക എന്നാണ് പറയുന്നത്. അങ്ങനെ ഓരോന്നും പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എവിടെ നമുക്ക് ടെൻഷനുണ്ടോ ആ ഏരിയയിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മളത് പറയേണ്ടത് ആ ടെൻഷൻ കടന്നു പോകണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് ബ്രീതിൻ ചെയ്താൽ മതി. ആ ഏരിയയിലേക്ക് ബ്രീതിൻ ചെയ്യുന്നതായിട്ട് ഇമാജിനേഷൻ്റെ അകത്ത് കണ്ടാൽ മതി. എന്നിട്ട് നമ്മളോട് തന്നെ പറയണം, അനിഷ്ഠ്യ അനിഷ്ഠ്യ അനിഷ്ഠ്യ, ദിസ് ടു ഷാൽ പാസ് എന്നതിൻ്റെ അർത്ഥം. ഇത് താൽക്കാലികമാണ്, ഈ സമയം കടന്നു പോകും. ഉടനെ ആ ടെൻഷൻ അവിടെ നിന്ന് മാറും. ആ വേദനയുള്ളതോടെ ഉടനെ മാറും. ആ വേദനയിൽ നിന്ന് നമുക്ക് ഉടനെ മോചനം കിട്ടിക്കഴിയും. ആ ടെൻഷനിൽ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തോട്ട് ബ്രീതിൻ ചെയ്താലും ഒരു 10 മിനിറ്റ് ആ ഭാഗത്തോട്ട് ബ്രീതിൻ ചെയ്താൽ ഉടനെ ആ ഭാഗം വളരെ റിലാക്സ്ഡ് ആകും. ആ ഭാഗത്തോട് നമ്മളൊരു നന്ദി പറയുക, ആ ഭാഗത്തെ സ്നേഹിക്കുമെന്ന് പറയുക, ആ ഭാഗത്തിന് എല്ലാ നന്മയും നേരുന്നെന്ന് പറയുക. ഉടനെ ആ ഭാഗം നേരുക. അത് ഡയബറ്റിക് ആൾക്കാരോട് ഞങ്ങൾ പറഞ്ഞു കൊടുക്കും. പാൻക്രിയാസിനെ പച്ച നടത്തി കണ്ടുകൊണ്ട് സ്നേഹിക്കുന്നു എന്ന് പറയുക. ഇന്ന് വരെ ഡൈജഷൻ നൽകിയത് നന്ദി പറയുക. നീ എനിക്ക് പ്രിയപ്പെട്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുക. ഐ ലവ് യു, ഐ താങ്ക് യു എന്ന് പറയുക. അതിനെ ചുംബിക്കുക, അതിനെ കിസ് ചെയ്യുക, അതിനെ സ്മൈൽ ചെയ്ത് കാണിക്കുക. ഉടനെ നമുക്ക് ആ ഭാഗം ഉണർന്നു പോകാം. ഡയബറ്റിക് പേഷ്യൻസിനോട് എപ്പോഴും പറയണം, കൈ വലതുവശത്ത് വെച്ചോണ്ട് വിലങ്ങനെ വെച്ചുകൊണ്ട് വയറിൻ്റെ പാൻക്രിയാസ് ഇങ്ങനെ സംഭാഷണം നടത്തി സ്നേഹിച്ച് അതിനെ അനുഗ്രഹിക്കുമ്പോൾ ഡയബറ്റീസ് കടുക്കാതിരിക്കും. We need to be aware of our body. We need to love it. We need to focus on it and breathe into it.